നാട്ടിൽ നിന്ന് നേരിട്ട് കാനഡയിലേക്ക് PR ആയിട്ട് വരുന്നതിനെ പറ്റി പറഞ്ഞു. അതിന്റെ CR സ്കോർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതിന്റെ CR സ്കോർ കണ്ടുപിടിക്കാൻ നേരത്ത് ഒരു ഫാക്ടർ ഉണ്ട്. അതാണ് ECA, എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോറിൻ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ ഇന്ത്യ, അങ്ങനെ പല സ്ഥലത്തു നിന്നായിരിക്കും കേട്ടോ ആൾക്കാർ വരുന്നത് ഇങ്ങോട്ട്. അപ്പം കാനഡയുടെ പുറത്തുള്ള എഡ്യൂക്കേഷൻ കാനഡയുടെ ക്വാളിഫിക്കേഷനുമായിട്ട് തത്തുല്യമാണ് അല്ലെങ്കിൽ ഏകദേശം തുല്യമാണ് എന്ന് അസസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ ECA ചെയ്യുന്ന ഒത്തിരി ഏജൻസീസ് ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വെസ് ചെയ്യുക എന്നാ പറയുന്നത്. പക്ഷെ വെസ് എന്ന് പറഞ്ഞാൽ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ് ആണ്. അത് ECA ചെയ്യുന്ന ഏജൻസികളിൽ ഒന്നാണ്. സെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സെസ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ ആണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ PEBC എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ MCC ഉണ്ട്, മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ നമ്മുടെ യോഗ്യത അനുസരിച്ച് പല പല ഏജൻസീസ് ഉണ്ട് ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ സെയിം ആണോ നോക്കണേ. വെസും സെസ്സും ചെയ്യുമ്പോൾ സമയ വ്യത്യാസമുണ്ട്. വെസ് പെട്ടെന്ന് ഒരു 1 തൊട്ട് 3 മാസം വരെയാണ് അവരുടെ സമയം പറയുന്നത്. സെസ് ഒരു 3 തൊട്ട് 5 മാസം വരെ സമയിച്ചിട്ടുണ്ട്. സ്ലോ ആണ് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പൈസയ്ക്കും വ്യത്യാസമൊക്കെ. വെസ് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഇപ്പം 240 CAD എന്തോ ആണ് അത് അപ്ലൈ ചെയ്യുന്നതിന്. സെസ്സിന് അത്ര ഇല്ല. അപ്പൊ ബ്രിട്ടീഷ് കൊളംബിയയിലേക്കൊക്കെ മാത്രമായിട്ട് ECA ചെയ്യുന്ന ഏജൻസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, അറിഞ്ഞിരിക്കുക. ഇനി വെസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. സൈറ്റ് ഉണ്ട്, www.wes.org.ca എന്ന് പറഞ്ഞാൽ. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ സൈറ്റിൽ ചെന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ സ്കാൻ, നമ്മുടെ ഫൈനൽ ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്. ഇപ്പൊ MSc ആണ് പഠിച്ചെങ്കിൽ MScയുടെ ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷന്റെ ക്വാളിഫിക്കേഷൻ, അത് നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഫോമിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക, ഫീസ് അടയ്ക്കുക. അപ്പൊ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പൈസ അടയ്ക്കണം. പൈസ അടച്ചു കഴിയുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും, വെസ് റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ സൂക്ഷിച്ചു വെക്കണം. കാരണം ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ അയച്ചു എന്ന് ഓർത്തിട്ട് അവര് എങ്ങനെ അറിയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ആണോ എന്ന്, അത് നമ്മുടെ അതാത് യൂണിവേഴ്സിറ്റി മാനുവലി ആയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കണം. ട്രാൻസ്ക്രിപ്റ്റ് അയക്കാന്ന് പറയും. ഇപ്പൊ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് ആ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് നമ്മൾ നിശ്ചിത ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരിട്ട് ഈ വെസ്സിന്റെ ഓഫീസിലേക്ക് നമ്മൾ മാനുവലി, അതായത് കത്ത് പോലെ നമ്മൾ അയച്ചു കൊടുക്കണം. എന്നിട്ട് ആ കത്തിന്റെ പുറത്ത് നമുക്ക് ഇപ്പൊ കിട്ടിയ വെസ്സിന്റെ റെഫറൻസ് നമ്പർ ഇല്ലേ, ആ റെഫറൻസ് നമ്പറും കൂടെ എഴുതി വെക്കണം. കാരണം ഈ റെഫറൻസ് നമ്പറും ഈ നമ്മൾ മാനുവലി അയക്കുന്നതും ഒന്നാണെന്ന് അറിയുന്നതിനായിട്ട്. നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ ശരിക്കും പറഞ്ഞ ഈ കൺഫർമേഷൻ ലെറ്റർ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ വെസ്സിന്റെ റെഫറൻസ് നമ്പർ ഇല്ലേ, നേരത്തെ പറഞ്ഞ കളയരുതെന്ന് പറഞ്ഞ നമ്പർ ഇല്ലേ, സൂക്ഷിച്ചു വെക്കണമെന്ന്, ആ നമ്പർ മാത്രം കൊടുത്താൽ മതി. ഇതിന്റെ ആവശ്യം തന്നെ, അതായത് ഇൻവിറ്റേഷൻ കിട്ടിയതിന് ശേഷം, അതായത് നമ്മുടെ ഡ്രോ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് മാർക്കൊക്കെ ഹൈ ആയിട്ട് നമ്മൾ വിളിക്കൂലോ, വന്നോ എന്ന് പറഞ്ഞ് വിളിക്കൂലോ. പക്ഷെ നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുക്കാനുണ്ട്. അന്നേരമാണ് ഈ വെസ്സിന്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളൂ. അതാണ് എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ.